യെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വ്യത്യസ്തമായ ഒരു ഭാഗത്തേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ ഒരാളും, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 39 മുതൽ 44 വരെ മറ്റൊരാളും വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 4:12 മുതൽ 14 വരെ. മതി. ലൂക്കോസ് 22:39 മുതൽ 44 വരെ. മതി. ഈ 2 ഭാഗം നാം കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാ ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത്. ഗെത്സമന തോട്ടത്തിൽ താൻ ക്രൂശിനെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ദൈവം തന്നെ ഏൽപ്പിച്ച വലിയ ശുശ്രൂഷ, ആ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് പ്രാണവേദനയിലായി യേശു പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രമാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കണ്ടത്. ഈ 2 ഭാഗത്തും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? ശക്തനാക്കുന്നവൻ, അല്ലേ? ഇപ്പൊ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നമ്മൾ ആ വാക്യം കഴിഞ്ഞ ദിവസം ബ്രദർ ക്ലീറ്റസ് സംസാരിച്ചപ്പം ആ വിഷയം സംസാരിച്ചു. ആ വാക്യം പലപ്പോഴും എടുക്കുന്നത് ഫിലിപ്പിയർ 4:13. നമ്മളെപ്പോഴാണ് എടുക്കുന്നേ? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒരു ടെൻഷൻ വരുമ്പം നമ്മൾ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ടെക്സ്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ് അതൊന്നുമല്ല. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും എനിക്കറിയാം, ബുദ്ധിമുട്ട് അനുഭവിപ്പാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഏതിനാ മതിയാകുന്നേ? താഴ്ചയിലിരിപ്പാൻ ഞാൻ മതിയാകുന്നു. ഉയർച്ചയിലിരിക്കുമ്പം അഹങ്കരിച്ചു പോകാതിരിപ്പാനും എനിക്ക് സാധിക്കുന്നു. താഴ്ചയിലിരിക്കുമ്പം ദൈവത്തെ തള്ളിക്കളയാതിരിപ്പാൻ എനിക്ക് സാധിക്കുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പം എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ദൈവത്തോട് ചോദിക്കാതിരിപ്പാനും, സുഖം അനുഭവിക്കുമ്പം എൻ്റെ എന്തോ മിടുക്കാണെന്ന് ഞാൻ ചിന്തിക്കാതിരിപ്പാനും എനിക്ക് കൃപ. ഇപ്പം പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും പിറുപിറുപ്പ് കൂടാതെ, അഹങ്കാരം കൂടാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കാൻ എനിക്ക് കൃപ തരുന്നു. പൗലോസിന് കൊടുത്ത കൃപ എന്ന് പറയുന്നത് കഷ്ടതയിലിരിക്കുമ്പം, സുഖത്തിലിരിക്കുമ്പം, എല്ലാ സമ്പൽ സമൃദ്ധിയിലും ഇരിക്കുമ്പം, ആരോഗ്യത്തിലിരിക്കുമ്പം, അനാരോഗ്യത്തിലിരിക്കുമ്പം, നമ്മളൊക്കെ കല്യാണത്തിന് പറയത്തില്ലേ, കല്യാണത്തിന് ഓത്ത് കൊടുത്തേച്ച് പാസ്റ്റർ പറയും, എന്താ പറയുന്നേ, നീ സുഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദുഃഖത്തിലും എല്ലാം നിന്നോട് മാത്രം വിശ്വസ്തനായിരിക്കും. അത് പറഞ്ഞവരൊക്കെ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്ന ഇതാ, പൗലോസ് നമ്മുടെ വിവാഹത്തിന് നമ്മൾ ഭാര്യമാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. രോഗത്തിലിരിക്കുമ്പോഴും ആരോഗ്യത്തിലിരിക്കുമ്പോഴും ദുഃഖത്തിലിരിക്കുമ്പോഴും സമ്പത്തിലിരിക്കുമ്പോഴും
എൻ്റെ എല്ലാ അവസ്ഥയിലും ഞാൻ നിന്നോട് മാത്രം വിശ്വസ്തനായിരിക്കും. പൗലോസും പറയുന്നത് ഇതാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ കർത്താവുമായി കൈകൊടുത്തപ്പം, കർത്താവുമായി ഞാൻ ബന്ധത്തിലേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഏത് സമയത്തും 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എല്ലാ കാലത്തും അവനെ സ്തുതിക്കും. എല്ലാ കാലവും എന്ന് പറയുന്നത് 4 സീസണിന്റെ കാര്യമല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ വേദനയുടെ കാലത്തും എൻ്റെ ദുഃഖത്തിൻ്റെ കാലത്തും എൻ്റെ സമ്പത്തിലും എല്ലാ കാലത്തിലും ഞാൻ അവനെ സ്തുതിക്കും. അതിനാ പൗലോസ് ഇവിടെ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈ എല്ലാ കാലത്തും ഒരുപോലെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം എന്ന് വരികിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം യേശുക്രിസ്തു വാങ്ങിപ്പോയിട്ട് നിലത്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അടുത്ത പദം നോക്കിക്കേ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. എന്തിനാ കർത്താവിനെ ശക്തിപ്പെടുത്തുന്നത്? എന്തോ ദൈവത്തിൻ്റെ ഹിതം ചോദ്യം ചെയ്യാതെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനാ ശക്തിപ്പെടുത്തുവാൻ വന്നത്. ശക്തിപ്പെടുത്തുവാൻ ദൂതൻ വന്നിട്ട് അടുത്ത പദം നോക്കിക്കേ, പിന്നെ അവൻ പ്രാണവേദനയിലായെന്ന്. ദൂതൻ വന്ന് ശക്തിപ്പെടുത്തിയിട്ട് അടുത്ത പദം പറയുന്നു, പിന്നെ അവൻ പ്രാണവേദനയിലായെന്ന്. ഈ ശക്തി എന്തിനാണെന്നറിയാമോ? പ്രാണവേദനയിലാകുന്ന സമയത്തും ദൈവത്തിന്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായി സമർപ്പിക്കുവാനാണ് ഈ ശക്തിപ്പെടുത്തൽ ജീവിതത്തിൽ കടന്നു വരുന്നത്. പലപ്പോഴും നാം ഒക്കെ ചിന്തിക്കും, ഈ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനാ, അതിനൊക്കെ ശക്തി ആവശ്യമാണ്. പക്ഷേ ആ ദൈവത്തിന്റെ ഗ്രേസ് എൻ്റെ മേൽ കടന്നു വരുന്നത്, ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വൈ ഗോഡ് ഈസ് സ്ട്രെങ്തനിങ് മീ. എന്തുകൊണ്ട് ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു? ആ വിഷയം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, വേദപുസ്തകം നോക്കിയാൽ, there are several instances വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവം ശക്തിപ്പെടുത്തി. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ഒന്ന് നോക്കിക്കേ, അവിടെ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്തിനാ പൗലോസിനെ ദൈവം ശക്തിപ്പെടുത്തിയത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, ടു ബി കണ്ടന്റ് ഇൻ എവറി സിറ്റുവേഷൻ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും. ഒരുപക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ശരീരം മുഴുവൻ വേദന കൊണ്ട് ഉറങ്ങുവാൻ സാധിച്ചില്ലായിരിക്കാം. അന്നേരവും പറയണം, കർത്താവേ എനിക്ക് ഇത്രയും വേദന തന്നുള്ളല്ലോ എന്ന് പറയുവാനുള്ള ദൈവകൃപ. നമുക്ക് ദൈവത്തെ നമ്മൾ എപ്പോഴും സ്തുതിക്കുന്നത് എപ്പോഴാ? എല്ലാം നമ്മൾ വണ്ടി ഓടിച്ചു പോയപ്പം എതിരെ വന്ന വണ്ടി നമ്മളെ ഇടിക്കാൻ വന്നു, ഇടിക്കാതെ നമ്മൾ തെറ്റി ഒഴിഞ്ഞു പോകുമ്പം ദൈവത്തെ സ്തുതിക്കും. വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു അപകടം വന്നാലും കർത്താവെ ഇത്രയും വന്നുള്ളല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ നമുക്കെല്ലാം ഉണ്ട്. ഇന്ന് നമുക്കെല്ലാം ഉണ്ട്. എന്തിൻ്റെ ഒരു പോരായ്മ? എല്ലാ നന്മകളും ദൈവം തന്നിട്ടുണ്ട്. ഈ നന്മകളൊന്നുമില്ലെന്ന് വരികിലും, ഞങ്ങളുടെ കോട്ടയത്തെ ചർച്ചിൽ ഒരു സഹോദരൻ എപ്പോഴും സാക്ഷ്യം പറയുമായിരുന്നു. പുള്ളി സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല ദൈവദാസന്. പക്ഷെ അദ്ദേഹം എപ്പം സാക്ഷ്യം പറഞ്ഞാലും പറയും, ഒന്നുമില്ലെന്ന് വരികിലും എല്ലാം ഉള്ളതുപോലെ വഴി നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ചിലരൊക്കെ തിരിച്ചാ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ പോകുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നുമില്ലെന്ന് വരികിലും ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്
എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വ്യാപരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ടു ബി കണ്ടന്റ് ഇൻ എവറി സിറ്റുവേഷൻ. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ വേദനയുടെ നടുവിൽ എന്നെ ശക്തനാക്കുന്നവൻ, എൻ്റെ ഒന്നുമില്ലായ്മയിൽ എന്നെ ശക്തനാക്കുന്നവൻ, എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തനാക്കുന്നവൻ, മറുവശം എല്ലാം എനിക്കുണ്ടെന്ന് വരികിലും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിനു വേണ്ടി വിശ്വസ്തമായി ജീവിക്കുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത് അഭ്യാസങ്ങൾ കാണിക്കാനല്ല. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത് വലുതൊന്നും കാണിക്കാനല്ല. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കാനാണ്. മറ്റെന്തെല്ലാം നാം സാധിച്ചാലും, ഒരു റിവൈവൽ ക്രൂസൈഡ് വെച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ കൂട്ടിയാലും, ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തനല്ലെന്ന് വരികിൽ എൻ്റെ ഒരു പ്രവൃത്തിക്കും ഒരു പ്രതിഫലവും ഉണ്ടാകത്തില്ല. ഞാൻ നൂറുകണക്കിന് ഡോളറുകൾ വിതരണം ചെയ്താലും, അനേകരെ സഹായിച്ചാലും, ദൈവസന്നിധിയിൽ വിശ്വസ്തനല്ലെന്ന് വരികിൽ ഒരു പ്രയോജനമില്ല. ഇന്ന് രാവിലെ ദൈവം പറയുന്നത്, മോനെ, ഞാൻ നിന്നെ ശക്തീകരിക്കുകയാ. എന്തിനാ? ടു ബി കണ്ടന്റ് ഇൻ എവറി സിറ്റുവേഷൻ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും പിറുപിറുപ്പ് കൂടാതെ ദൈവത്തെ സേവിക്കുവാൻ. ദൈവം വിളിച്ചിറക്കി, അത്ഭുതങ്ങൾ ചെയ്ത് വിളിച്ചിറക്കി കൊണ്ടുവന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. പക്ഷെ അവരുടെ വഴിയാത്ര മുഴുവൻ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഓരോ സ്റ്റെപ്പിലും അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് പിറുപിറുക്കും. മിസ്രൈമിൽ അതുണ്ടായിരുന്നെന്ന്, അല്ലേ? നമുക്കൊക്കെയുള്ള കുഴപ്പം പണ്ടുണ്ടായിരുന്നെന്ന്. കർത്താവ് പറയുന്നത്, എൻ്റെ മോനെ, ഞാനല്ലേ നിന്നെ നടത്തുന്നത്. പണ്ടുള്ളതിനെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് പണ്ടുള്ളതിനെ ഓർക്കണ്ടെന്ന് പറയുന്നത്. ദൈവം നമ്മെ നടത്തുകയാണ്. ഇന്ന് നമ്മെ നടത്തുന്ന ദൈവകൃപയിൽ തൃപ്തരായി മുന്നോട്ട് പോകുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Why God is strengthening us to be content in every situation? Why God is strengthening us? 2 തിമോഥെയോസിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 Timothy chapter 2 verse 1 to 3. ആ 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്തിനാ ശക്തിപ്പെടേണ്ടത്? 3-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തുവേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യു നീഡ് ടു ബി സ്ട്രെങ്തൻഡ്. നീ ശക്തിപ്പെടണം. കൃപയാൽ, ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ നീ ശക്തിപ്പെടണം. എന്തിനാണെന്നറിയാമോ? ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്. കഷ്ടത അനുഭവിക്കുവാൻ, കഷ്ടത സഹിക്കുവാൻ ശക്തി ആവശ്യമാണ്. ഹീറോ ആകുവാനുള്ള ശക്തിയല്ല, മറിച്ച് കഷ്ടം അനുഭവിക്കാനുള്ള ശക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ നീ ശക്തിപ്പെടണം. എന്തിനാണെന്നറിയാമോ? നിന്റെ ശുശ്രൂഷയുടെ മുൻപിൽ, നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ചില കഷ്ടതകൾ വരുമ്പം ആ കഷ്ടതകൾ സഹിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നീ ഇന്ന് തന്നെ ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ നീ ശക്തിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരും. ആ കഷ്ടതകൾ കടന്നു വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, അബ്രഹാമിന് 99 വയസ്സായപ്പം
യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. 99 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അരികിൽ ദൈവം വന്നേച്ചു പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവം, ഐ ആം ഗോഡ് ഓൾമൈറ്റി. സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് സാധിക്കാത്തത് ഒന്നുമില്ല, അല്ലേ? സർവശക്തി എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് അണ്ടർ മൈ ഡൊമീനിയൻ. സർവശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിരൂപിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ആ ദൈവം പറയുന്നു, സർവശക്തിയുള്ള ദൈവം 99 വയസ്സുള്ള വൃദ്ധനായ മനുഷ്യന്റെ ഒരിക്കൽ വന്നേച്ച് പറയുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നമ്മളാണ് എന്ത് ചോദിച്ചേനെ? എൻ്റെ കർത്താവേ, നിനക്ക് ഇത്രയും സർവശക്തി ഉണ്ടെന്ന് വരികിൽ 24 വർഷത്തിന് മുൻപ് നീ എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തം നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴും നടന്നിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പൊ എൻ്റെ ഒരിക്കൽ വന്നേച്ച് ദൈവം എന്നോട് പ്രത്യക്ഷനായി പറയുക, ഐ ആം ദ ഗോഡ് ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന അക്കമിട്ട് ഞാൻ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, എൻ്റെ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, മറുപടി ലഭിക്കാത്ത എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എനിക്ക് ഒരു പക്ഷേ ചോദിക്കുവാൻ സാധിക്കും, വേർ ആർ ദ ആൻസേഴ്സ് ഓഫ് ദാറ്റ് പ്രേയർ? അടുത്ത അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം നോക്കിയാൽ അതിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിയാൽ അവിടെ അബ്രഹാം പറയുന്നുണ്ട്, കർത്താവേ, നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പം എന്നെ കടന്നു പോകരുത്, പാസ് മീ നോട്ട്. കർത്താവേ, എന്നെ കടന്നു പോകരുത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ആ 18-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു, അടുത്ത വർഷം നീ ഒരു പുത്രനെ അണച്ചുകൊള്ളും. അവിടെ ദൈവം പറയുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. എന്തിനാ ഈ ശക്തി? നിനക്ക് കാത്തിരിക്കുവാനുള്ള ശക്തി. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അത് ദൈവത്തിൻ്റെ സമയത്ത് വെളിപ്പെടുന്നത് ഓർത്ത് അതിനുവേണ്ടി കാത്തിരിപ്പാനുള്ള ശക്തിയാ ഈ ശക്തി എന്ന് പറയുന്നത്. Why strengthening? To wait for the promises of God. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യുന്നത് വരെ കാത്തിരിപ്പാൻ ഉള്ള ശക്തി. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. സർവശക്തിയുള്ള ദൈവം പറയുന്നു, നിനക്ക് 25 വർഷം കാത്തിരിക്കുവാൻ ഞാൻ നിനക്ക് കൃപ തരികയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവജനത്തോട് പറയട്ടെ, ദൈവം നമുക്ക് ശക്തി തരികയാ. സർവശക്തിയുള്ള ദൈവം, ഐ ആം ദ ലോർഡ് ഓൾമൈറ്റി. ഞാൻ സർവശക്തിയുള്ള ദൈവമാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. എന്തിനാ ഈ ശക്തി എന്നറിയാമോ? കാത്തിരിക്കുവാനുള്ള ശക്തി. ദൈവം അരുളി ചെയ്തത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവസഭയോട്, കുടുംബങ്ങളോട് വിരൽ ചൂണ്ടി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഇപ്പോഴും ഫുൾഫിൽ ചെയ്യാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം പറയുന്നു, ഐ ആം ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നിനക്ക് ഈ ശക്തി തരുന്നത് എന്തിനാണെന്നറിയാമോ? ആ ഫുൾഫിൽമെന്റ് വരെ കാത്തിരിപ്പാൻ ഉള്ള ശക്തി. അടുത്ത ചില അധ്യായങ്ങളിലേക്ക് പോയാൽ, ഉൽപ്പത്തി 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം വലിയൊരു കൽപ്പന കൊടുക്കുകയാണ്. ആ കൽപ്പന എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനുമായി മോറിയയുടെ മല കയറുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. അതിനു മുൻപാ ദൈവം പറഞ്ഞത്, ഐ ആം ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അവിടെ ദൈവം എന്തിനാ ഈ ശക്തി കൊടുക്കുന്നതെന്നറിയാമോ? അനുസരണത്തിന്റെ മല കയറുവാൻ. അബ്രഹാമേ, നീ ഒരു വ്യക്തി എന്ന നിലയിൽ, നീ ഒരു പിതാവ് എന്ന നിലയിൽ അനുസരണത്തിന്റെ മല കയറുവാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ അനുസരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ചിലതൊക്കെ വിട്ടുകളയുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. മോറിയ മല എന്ന് പറയുന്നത് അനുസരണത്തിന്റെ മലയാ. അനുസരണത്തിന്റെ മല കയറുവാൻ അബ്രഹാമിനെ ശക്തിപ്പെടുത്തുന്ന സർവശക്തിയുള്ള ദൈവമായ യഹോവ. ഞാൻ എൻ്റെ വാക്കുകൾ ചില മിനിറ്റുകൾക്കകം നിർത്തുകയാണ്.
ആ മല കയറുമ്പം, അനുസരണത്തിൻ്റെ മല കയറുമ്പം, ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? നമുക്കിന്ന് ആ ചോദ്യം നിസ്സാരമാണ്. എന്നാൽ അനുസരണത്തിൻ്റെ മല കയറുന്ന ആ പിതാവിന് ആ ചോദ്യം ഹൃദയത്തെ വലിച്ചു കീറുന്ന ചോദ്യമാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 17-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് വെളിപ്പെട്ടേച്ച് പറയുന്നുണ്ട്, അബ്രഹാമേ, നിന്റെ ജീവിതത്തിൽ ഞാൻ സർവശക്തിയുള്ള ദൈവമാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. എന്തിനാണെന്നറിയാമോ? ചില ചോദ്യങ്ങളുടെ മുൻപിൽ നീ പകച്ചു പോകാതിരിപ്പാൻ നിന്നെ ബലപ്പെടുത്തുന്ന സർവശക്തിയുള്ള ദൈവമാ ഞാൻ. യു നീഡ് സ്ട്രെങ്ത് ടു ഡീൽ വിത്ത് ടഫ് ക്വസ്റ്റ്യൻ. People will ask why this is happening. Tough questions and tough situations need the strength of my master. അബ്രഹാമേ, ചില ചോദ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. നിന്റെ പ്രിയപ്പെട്ടവര്, നിന്റെ പ്രിയ മക്കള് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് മുൻപിൽ നിനക്ക് പിടിച്ചു നിൽക്കണമെന്ന് വരികിൽ സർവശക്തിയുള്ള ദൈവമായി ഞാൻ നിനക്ക് വെളിപ്പെടുകയാണെന്ന ദൈവം അബ്രഹാമിനോട് പറയുന്നത്. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും കണ്ടന്റ് ആയിരിക്കാൻ, തൃപ്തരായിരിക്കാൻ. വർഷിപ്പ് ടീം പ്ലീസ് കം ഫോർവേഡ്. ആ ശക്തി എന്ന് പറയുന്നത് ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പം, പ്രശ്നങ്ങൾ കടന്നു വരുമ്പം, അത്ഭുതങ്ങൾ കാണിക്കുവാനുള്ള മാജിക്കൊന്നുമല്ലിത്. എന്നാൽ അനുസരണത്തിൻ്റെ മോറിയാമല കയറുമ്പം കാത്തിരിപ്പാനുള്ള ശക്തി ലഭിക്കുവാൻ, അനുസരിക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ, ചില ചോദ്യങ്ങളുടെ മുൻപിൽ നീ പകച്ചു പോകാതിരിപ്പാൻ ഉള്ള ശക്തി ലഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. If that is our case, this morning the Spirit of the Lord is strengthening us. Apostle Paul says, I can do all things through Christ who strengthens me. He is the one that is strengthening us. He is the one that is strengthening us. When God strengthens us, I can do all things through Christ who strengthens me. May God bless. Let us go to the worships. Praise the Lord. As we all stand together and worship, I invite